ആമസോണിന് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ അതോറിറ്റി ഇല്ല, അറിയാലോ. ഫ്ലിപ്കാർട്ടിന് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ അതോറിറ്റി ഇല്ല. ഫ്ലിപ്കാർട്ടിനെയും ഇതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് യങ് ജനറേഷൻ IMA സ്റ്റുഡൻ്റ് എന്ന് ക്യാമറ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ കുറച്ച് താഴോട്ട് പോയിട്ടാ. കോവിഡ് സമയത്ത് വളരെ ബൂം ചെയ്തു വന്നൊരു ഇക്കോം ബ്രാൻഡായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കൊണ്ടുവന്ന ഒരു ടോപ്പിക്കൽ അതോറിറ്റി ഉണ്ട്. അതായത് അവർ മെയിനായിട്ട് വെക്കുന്ന ഗാഡ്ജറ്റ്സും 360 ഡിഗ്രി ക്യാമറാസും നമ്മുടെ ഹാൻഡി ആയിട്ടുള്ള ക്യാമറാസ്, ഇതിൽ അവർക്കൊരു ടോപ്പിക്കൽ അതോറിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റിയിരുന്നു. ഈ ടോപ്പിക്കൽ അതോറിറ്റി ആമസോണിന് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല. കാരണം അവർക്ക് ബ്രാൻഡ് അതോറിറ്റി ഉണ്ട്, വലിയ ബ്രാൻഡ് അതോറിറ്റി ഉണ്ട്. കാരണം എനിക്കിപ്പോൾ ഒരു ഇത് വാങ്ങണം, ഒരു ഗോപ്രോ വാങ്ങണം. ഈ ഗോപ്രോ വാങ്ങുമ്പോൾ എൻ്റെ എല്ലാ ഡൗട്ടുകളെയും ആൻസർ ചെയ്യാൻ ആമസോണിന് പറ്റില്ല. എൻ്റെ ഡൗട്ടുകൾ ആൻസർ ചെയ്യാൻ പറ്റുന്നത് ആ നീഷ് ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റിനായിരിക്കും. അപ്പോൾ ആ നീഷ് ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനും നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും പറ്റും. ഇമ്മീഡിയറ്റ് ബൈയിങ് അല്ല, നാളെ അവർ വാങ്ങിയേക്കാം, ആ രീതിയിലേക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ആമസോൺ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അവിടെ പോകുന്നത് പ്രൈസിങ് ആണ്, ചീപ്പ് പ്രൈസ് ആണ് എന്നുള്ള രീതിയിൽ. പക്ഷെ അത് പ്രൈസിങ് മാത്രമായിരിക്കില്ല, പലപ്പോഴും റിവ്യൂ നോക്കും. അതെ അതെ അതെ, അതുകൊണ്ട്. പക്ഷെ എല്ലാവരും ഇപ്പൊ ആമസോൺ തന്നെ വാങ്ങുന്നില്ല, അറിയാലോ. ചെറിയ ചെറിയ സെല്ലേഴ്സ് പറഞ്ഞ ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആമസോണിലെ ഒരു പ്രോഡക്റ്റ് ഉള്ളത് അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾ ഈ അവരുടെ യൂസേഴ്സിന്റെ ക്വയറീസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും, ട്രസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരും. അതാണ് അതിന്റെ ഒരു ഇത്.